അനുരാഗതീരം ഭാഗം 11. രചന അഭിരാമി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളൊന്നുമില്ലാതെ എബ്രഹാമിനൊപ്പം ഇരുന്ന് ചായയും കുടിച്ച് വിശാലമായ പത്രവായനയിലായിരുന്നു റോസ്ലിൻ. അനുരാധയാണെങ്കിൽ സിറ്റൗട്ടിന് ചുറ്റും വച്ച ചെടികളൊക്കെ പരിശോധിച്ച് അതിലെ കേടും പുഴുക്കുത്തുമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഡേവി താഴേക്ക് വന്നത്. അവൻ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ റെഡിയായിട്ടായിരുന്നു വരവ്. നീ നിങ്ങോട്ടാടാ ഇത്ര നേരത്തെ എണീറ്റോടുന്നത്? ഇന്ന് ഞായറാഴ്ചയില്ലയോ? റോസ്ലിൻ പതിവില്ലാതെയുള്ള അവൻ്റെ തിരക്ക് കണ്ട് ചോദിച്ചു. ആ നേരത്ത് മുറ്റത്ത് നിൽക്കുകയായിരുന്നെങ്കിലും അനുരാധയുടെ നോട്ടവും അവനിൽ തന്നെയായിരുന്നു. പക്ഷേ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞായറാഴ്ചയാന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം? മമ്മിയുടെ പുന്നാര മോളോരോ കോളും കൊണ്ടുവന്നാൽ പിന്നെ എന്നാ ചെയ്യും? ആര്, ഡെയ്സിയോ? പിന്നല്ലാതെ അമ്മയ്ക്ക് വേറെ മോളുണ്ടോ? ഡേവി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. ദേ ചെറുക്ക, ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറയടാ. അവൾ എന്നാ കോളും കൊണ്ടുവന്നെന്നാ? അവളും പിള്ളേരും കൂടി ഇങ്ങോട്ട് വരുവാന്ന്. ബസ് സ്റ്റാൻഡിലോട്ട് ചെന്ന് നിൽക്കാൻ പറഞ്ഞ് വിളിച്ചേക്കുന്നു കൊച്ചു വെളുപ്പാൻ കാലത്ത്. നല്ലൊരു ഞായറാഴ്ചയായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല കുരിശ്. ഈ പെണ്ണിന് ഇത് എന്നാണെന്നറിയാൻ പാടില്ലല്ലോ എൻ്റെ കർത്താവേ. ഞാനിങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചപ്പോഴൊന്നും അവൾക്ക് വരാൻ നേരമില്ലായിരുന്നു. എന്നിട്ട് പപ്പയോ നീയോ ചെന്ന് കൊണ്ടുവരാമെന്നും പറഞ്ഞതാ. അപ്പോഴും വേണ്ടാന്ന് പറഞ്ഞിട്ടിപ്പോൾ പെട്ടെന്ന് ഇതെന്നാ പറ്റി? റോസ്ലിൻ ആരോടൊന്നില്ലാതെ ചോദിച്ചു. അതൊന്നും എനിക്കറിയാൻ മേല. പൊന്നുമോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നേരിട്ടങ്ങ് ചോദിച്ചേച്ചാൽ മതി. ഞാൻ ഏതായാലും പോയേച്ചും വരാം. പറഞ്ഞിട്ട് ഡേവി ചാവിയും എടുത്ത് പുറത്തേക്ക് നടന്നു. അവൻ പുറത്തേക്ക് വരുമ്പോഴും അനുരാധ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് മനസ്സിലായതും അവൾ വേഗം തിരക്ക് ഭാവിച്ച് ചെടികൾക്കിടയിൽ എന്തോ തിരയും മട്ടിൽ നിന്നു. എൻ്റെ ഇച്ചേച്ചി വരുന്നുണ്ട്, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. നാത്തൂനെ കാണാൻ വരാൻ തോന്നിയത് ഇപ്പോഴായിരിക്കും. ചിരിയോടെ അവൻ പറഞ്ഞത് കേട്ടിട്ടും അനുരാധ മറുപടി ഒന്നും പറഞ്ഞില്ല. അവളുടെ മനസ്സപ്പോഴും അവൻ്റെ നാത്തൂൻ എന്ന പ്രയോഗത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഞാനെന്നാൽ പോയച്ചും വരാം. അവൾ തല കുലുക്കി സമ്മതം കൊടുത്തതും ഡേവി തൻ്റെ വണ്ടിക്ക് നേരെ നടന്നു. നിങ്ങൾ ഇനി ഈ പത്രവും തിന്നുകൊണ്ടിരിക്കുക, ചെന്നിച്ചിരി ഇറച്ചി മേടിച്ചോണ്ട് വാ മനുഷ്യ. മീനോ ഇറച്ചിയോ ഇല്ലാതെ ആ കൊച്ചുങ്ങളൊരു വറ്റുപോലും തിന്നത്തില്ല. റോസ്ലിൻ തൻ്റെ കയ്യിലിരുന്ന പത്രം മടക്കി വെച്ചിട്ട് എബ്രഹാമിനോട് പറഞ്ഞു. എന്നാൽ പിന്നെ അതും കൂടി നിൻ്റെ മോനോടങ്ങ് പറഞ്ഞു വിട്ടാൽ പോരെ? പോരാ, നിങ്ങൾ ചുമ്മാ നേരം കളയാ ചെല്ലാൻ നോക്കി ചായ. റോസ്ലിൻ തിരക്ക് കൂട്ടി. അതോടെ എബ്രഹാമും പത്രവായന മതിയാക്കി ജംഗ്ഷനിലേക്ക് പോകാൻ റെഡിയാകാനായി പോയി. തിടുക്കപ്പെട്ട് കാപ്പിക്കുള്ളതും ഉച്ചക്കത്തേക്കുള്ളതുമൊക്കെ ആക്കുന്ന റോസ്ലിനെ സഹായിക്കാൻ അനുരാധയും ഉണ്ടായിരുന്നു അടുക്കളയിൽ. വരാൻ പോകുന്നവളെക്കുറിച്ചൊരു ചിത്രമൊക്കെ റോസ്ലിൻ കൊടുത്തിരുന്നെങ്കിലും എന്തൊക്കെയോ ഒരു ടെൻഷൻ അവളിൽ പിടിമുറുക്കിയിരുന്നു. എങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അവളും ജോലികൾ ഓരോന്ന് ചെയ്തു തുടങ്ങി. ആ നേരത്തായിരുന്നു എബ്രഹാം അവിടേക്ക് വന്നത്. റോസിയേ, നിങ്ങൾ പോയില്ലായിരുന്നോ? ചോദിച്ചുകൊണ്ട് തിരിഞ്ഞതും എബ്രഹാമിൻ്റെ മുഖത്തെ കടുപ്പം കണ്ട് റോസ്ലിൻ്റെ മുഖം ചുളിഞ്ഞു. എന്നതാ ഇച്ചായ? ഡെയ്സിയുടെ വരവ് വെറുതെ അല്ലടി, അനിമോളെ കാണാൻ മാത്രവും അല്ല. പിന്നെ? ചോദ്യം റോസ്ലിൻ്റേതായിരുന്നെങ്കിലും മറുപടി അറിയാൻ അവരെക്കാൾ ആകാംക്ഷ തോന്നിയത് അനുരാധയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എബ്രഹാമിനെ തന്നെ നോക്കി നിന്നു. അമ്മച്ചി വരുന്നുണ്ട്. അമ്മച്ചി മാത്രമല്ല, സെബാനും ജേക്കബും ആനിയമ്മയും എല്ലാം ഉണ്ട്. ഡേവിയുടെ അനിമോളുടെയും കാര്യം അറിഞ്ഞിട്ടുള്ള പടപ്പുറപ്പാടാ. എൻ്റെ കർത്താവേ! എബ്രഹാം പറഞ്ഞത് കേട്ടതും ശോശാമ്മയുടെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയ റോസ്ലിൻ ആധിയോടെ വിളിച്ചു. എബ്രഹാമിൻ്റെ അമ്മച്ചിയാണ് ശോശാമ്മ, അപ്പൻ ഫിലിപ്പോസ്. അദ്ദേഹം ശോശാമ്മയുടെ നല്ല പ്രായത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. ഇരുവർക്കും 4 മക്കളാണ്. മൂത്തവൻ എബ്രഹാം, ഭാര്യ റോസ്ലിൻ, 2 മക്കൾ ഡെയ്സി, ഡേവിഡ്. രണ്ടാമത്തേത് സെബാസ്റ്റ്യൻ, ഭാര്യ സെലിൻ. അവർക്കും 2 മക്കളാണ്, ഐറിനും ഷെറിനും. രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും പൊരുത്തമേറെയുള്ള ഇരട്ടകൾ. അതുകൊണ്ട് തന്നെ പഠനകാര്യത്തിലും ഇരുവരും ഒരേ വിഷയം തന്നെയാണ് തിരഞ്ഞെടുത്തത്. മെഡിസിന് പഠിക്കുവാണ് ഇരുവരും. മൂന്നാമൻ ജേക്കബ്, ഭാര്യ സിനി. അവർക്ക് ഒരേ ഒരു മോൻ മാത്രമേ ഉള്ളൂ. അവനാണ് ജോയൽ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് 3-ാം വർഷ വിദ്യാർത്ഥി. ഏറ്റവും ഇളയവളാണ് ആനിയമ്മ, ഭർത്താവ് ജോർജ്. 2 മക്കൾ, താരയും ട്രീസയും. ഒരാൾ ഡിഗ്രിക്കും മറ്റേയാൾ എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്നു. ഭർത്താവിൻ്റെ മരണശേഷം 4 മക്കളെ വളർത്തിയതും മാളിയേക്കൽ കുടുംബത്തെ മുന്നോട്ട് നയിച്ചതുമെല്ലാം ശോശാമ്മയുടെ ഒറ്റ തൻ്റേടത്തിൻ്റെ പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തലയെടുപ്പ് ശോശാമ്മയ്ക്കും അവരെ എതിരിടാനുള്ള പേടി മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ തറവാടായ യഥാർത്ഥ മാളിയേക്കൽ വീട് അടച്ചിട്ടിട്ട് ഇളയ മകൻ ജേക്കബിൻ്റെ ഒപ്പമാണ് താമസം.
റോസ്ലിൻ ഉൾപ്പെടെ മരുമക്കളുമായി ഒന്നും യോജിച്ചു പോകത്തില്ലെങ്കിലും ജേക്കബിൻ്റെ ഭാര്യ സിനി ഒരു പാവമായതുകൊണ്ട് ഒരുവിധം തട്ടിമുട്ടിയൊക്കെ അവിടെ കഴിഞ്ഞു പോകുന്നു. താമസം അവിടെയാണെങ്കിലും മറ്റു മക്കളുടെ ജീവിതത്തിലും ശോശാമ്മയുടെ ഒരു കണ്ണെപ്പോഴുമുണ്ട്. എബ്രഹാമിൻ്റെ കാര്യത്തിൽ അത് ഇത്തിരി കൂടുതലാണ് താനും. കടിഞ്ഞൂൽ പുത്രനെന്ന കാരണത്താലായിരുന്നു അത്. ഇപ്പോൾ ആ മകൻ്റെ കെട്ട് കഴിയുകയും അത് ഇത്തരത്തിലൊക്കെ ആവുകയും ചെയ്തതിൻ്റെ പടപ്പുറപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അടുക്കളയിൽ തിടുക്കപ്പെട്ടുള്ള പണികളിലായിരുന്നു റോസ്ലിൻ. ശോശാമ്മ വരുന്നതിനോട് താല്പര്യമില്ലെങ്കിൽ പോലും മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കെല്ലാം വേണ്ടി വച്ചു വിളമ്പുകയായിരുന്നു റോസ്ലിൻ. അവരെ സഹായിച്ചുകൊണ്ട് അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു അനുരാധയും. അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന ചിന്തയിൽ അവളുടെ ഉള്ളം പിടയുക തന്നെയായിരുന്നു. അതിൻ്റെ തെളിവ് പോലെ ജോലികൾ ചെയ്യുന്നതിനിടയിലും അവളുടെ വിരലുകൾ വിറപൂണ്ടിരുന്നു. മോള് പേടിക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ഒരാവേശമാണ് എല്ലാവർക്കും. അത് പിന്നെ ഡേവിയുടെ കല്യാണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. കുടുംബത്തിലെ മൂത്ത മോൻ്റെ മോനല്ലയോ. ആ ഒരു സ്വാർത്ഥത ഇവിടുത്തെ 2 പിള്ളേരോടും മറ്റുള്ളവർക്കുണ്ട്. അമ്മച്ചിക്കാന്നേ ഡേവിയെന്ന് വെച്ചാൽ ജീവനാ. അവൻ്റെ കെട്ടിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയുമായിരുന്നു. അതൊക്കെ തകർന്നതിൻ്റെ ദേഷ്യം കാണും. എന്നാലും മോളതൊന്നും കേട്ട് വിഷമിച്ചേക്കരുത് കേട്ടോ. റോസ്ലിൻ്റെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ നെഞ്ചിൻ്റെ പിടപ്പ് കൂടുകയായിരുന്നു ചെയ്തതെങ്കിലും നേർത്തൊരു പുഞ്ചിരി കൊണ്ട് അനുരാധ അത് വിദഗ്ധമായി മറച്ചു. വരുന്നവരെക്കുറിച്ചുള്ള വിശേഷം പറച്ചിലും പരിചയപ്പെടലുമൊക്കെയായി അവരുടെ സംസാരം നീണ്ടുപോകുന്നതിനിടയിലായിരുന്നു മുറ്റത്ത് ഡേവിയുടെ വണ്ടി വന്നു നിന്നത്. ആ, ഡേവി വന്നല്ലോ. ഉള്ളി തൊലിച്ചുകൊണ്ടിരുന്ന കത്തി സ്ലാബിലേക്ക് വെച്ചിട്ട് ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ സ്വന്തം മകളെയും കൊച്ചുമക്കളെയും കാണാനുള്ള ആവേശത്തിൽ റോസ്ലിൻ്റെ മുഖം വിടർന്നിരുന്നു. തുടരും.